What's up guys? This is Milan and welcome back to my channel. അപ്പം നമ്മുടെ ജോൺ പ്രോസർ മാക്സ് പെയിൻ ബാക്ക് ഇവർ രണ്ടുപേരും മാക്സിമം ലീക്ക് വെളിവിട്ടിട്ടുണ്ട്. ഇനി ഇത് കൂടുതലൊന്നും പറയാനില്ല, കാരണം ഓൾമോസ്റ്റ് ഒരു 80% ഇൻഫർമേഷനും നമുക്കറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ പോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആപ്പിൾ മലയാളം ഒഫീഷ്യൽ എന്നാണ്. അത് ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്യില്ലെങ്കിൽ ഗോ ഫോളോ മൈ ഇൻ ഇൻസ്റ്റാഗ്രാം. ലിങ്ക് ഇസ് ഇൻ ദി ഡിസ്ക്രിപ്ഷൻ ആൻഡ് ദാറ്റ്സ് ഓൾ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 5.4G തുടങ്ങാം. അപ്പോൾ അത് iPhone 12 സ്റ്റാർട്ട് ചെയ്യുന്നത് $649. അപ്പോൾ $640 എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ മണി വരുമ്പോൾ 50,000 rupees, അതായത് 50,000 രൂപ പ്ലസ് നമ്മുടെ GST ടാക്സും കാര്യങ്ങളെല്ലാം ചേർത്ത്. അപ്പോൾ അതിന് ഡിസ്പ്ലേ എന്ന് പറയുന്നത് OLED ഡിസ്പ്ലേ തന്നെയാണ്. ഇറങ്ങാൻ പോകുന്ന എല്ലാ 4 സീരീസും OLED ഡിസ്പ്ലേ ആണ്. പക്ഷേ അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഐഫോൺ ലോവർ എൻഡ് മോഡൽ ഐഫോൺസ്, അതായത് ഈ 5.4 ഇഞ്ചിൻ്റെയും 6.1 ഇഞ്ചിൻ്റെയും ഡിവൈസ് വരുന്ന OLED ഡിസ്പ്ലേ എന്ന് പറയുന്നത് അത് മാനുഫാക്ചർ ചെയ്യുന്നത് സാംസങ് അല്ല, അത് BOE എന്ന് പറയുന്നത് ചൈനയിലുള്ള ബെയ്ജിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. BOE എന്ന് പറയുന്നത് നല്ലൊരു ഡിസ്പ്ലേ മാനുഫാക്ചറിങ് കമ്പനി തന്നെയാണ്. അപ്പോൾ BOEയുടെ OLED സൂപ്പർ റെറ്റിന ഡിസ്പ്ലേ ആയിരിക്കും വരാൻ പോകുന്നത്. പിന്നെ ഉള്ളത് ഇതിൻ്റെ റാമാണ്. 4GB റാമാണ് വരാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ആപ്പിൾ മിക്കവാറും റാം ഈ പ്രാവശ്യം 12 വരുമ്പം അപ്ഗ്രേഡ് ചെയ്യാനുള്ള ചാൻസ് ആണ്. നിലവിൽ നമുക്കറിയാം iPhone 11 ആയാലും 10s ഒക്കെ ആണെങ്കിലും 4GB റാമിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ട്രെൻഡ് തന്നെയായിരിക്കും ആപ്പിൾ ഈ ഒരു ലോവർ എൻഡ് സ്മാർട്ട് ഫോണിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്, 4GB റാം. പിന്നെയുള്ള അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് 128GB പിന്നീട് ഇതിൻ്റെ സ്പെക്ക് പറയുകയാണെങ്കിൽ 5G കാണും. അതോടൊപ്പം തന്നെ A14 ബയോണിക് ചിപ്പാണ് വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വിത്തൗട്ട് ലൈഡാർ സെൻസർ. ഇതൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ iPhone 8നും iPhone SEക്കും ഒക്കെ ഉള്ള പോലെ ആ ഒരു 8000 സീരീസ് അലുമിനിയം ബോഡി തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. പിന്നെ അടുത്ത നമ്മുടെ iPhone 12 Max 6.1 ഇഞ്ചിൻ്റെ ആ ഒരു ലോവർ എൻഡ് വേരിയൻറ്റിൽ വരുന്നതാണ് 12 Max. അതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നതും ഈ ഒരു സെയിം ഡിസ്പ്ലേ തന്നെയാണ്, BOEയുടെ OLED ഡിസ്പ്ലേ തന്നെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 749 അതായത് ഏകദേശം ഇന്ത്യൻ മണി 56,000 rupees. അതിൻ്റെ കൂട്ടത്തിൽ GST ടാക്സും ഇൻക്ലൂഡ് ചെയ്തുള്ള ഒരു പ്രൈസ് ആയിരിക്കും വരാൻ പോകുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ സ്പെക്ക് എന്ന് പറയുന്നതും 4GB A14 ഡ്യുവൽ ക്യാമറ, അതോടൊപ്പം അലുമിനിയം ബോഡി തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ 5G കാണും. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഇറങ്ങാൻ പോകുന്ന 4 മോഡലുകൾക്കും 5G ഉണ്ട്, പിന്നെ എങ്ങനെയാണ് ആപ്പിൾ ഇതിനകത്തൊരു കോസ്റ്റ് വേരിയൻറ്റ് അല്ലെങ്കിൽ എന്ത് വ്യത്യാസമാണ് കൊണ്ടുവരാൻ പോകുന്നത്? നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു ഡിസ്പ്ലേക്കകത്തുള്ള വ്യത്യാസം, അതോടൊപ്പം തന്നെ ഈ പറയുന്ന 5G അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. അതായത് പ്രോ വേരിയൻറ്റിൽസ് വരാൻ പോകുന്ന 5G എന്ന് പറയുന്നത് വേവ് 5G ആണ്, അതായത് മില്ലിമീറ്റർ വേവ് 5G. അതെന്ന് പറയുന്നത് ഷോർട്ട് റേഞ്ച് ഹൈ ഫ്രീക്വൻസി ടെക്നോളജിയാണ്. പക്ഷേ ലോവർ എൻഡ് മോഡലിൽ വരാൻ പോകുന്ന 5G എന്ന് പറയുന്നത് സബ് 6 GHz 5G ആണ്. ഈ ഒരു ലോവർ എൻഡ് മോഡലിലുള്ള 5G കൊള്ളത്തില്ലെന്നല്ല, ഇപ്പം നിലവിലുള്ള 4Gനേക്കാളും ഒരു 5 ടൈം ബെറ്റർ ആയിരിക്കും ലോവർ എൻഡ് മോഡലിലെ 5G എന്ന് പറയുന്നത്. പക്ഷേ പ്രോ സീരീസ് മോഡലിലെ ഈ ഒരു മില്ലിമീറ്റർ വേവ് 5G എന്ന് പറയുന്നത് ഇപ്പം നിലവിലുള്ള 4Gനേക്കാളും 10 ടൈം ബെറ്റർ ആയിരിക്കും. കാരണം അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഹയർ ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 2GB/s ആയിരിക്കും വരാൻ പോകുന്ന സ്പീഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു 5G ടെക്നോളജി വന്നാലുള്ളൂ ഇതിനൊക്കെ കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ എല്ലാം ഒരേപോലെ തന്നെയാണ്. പിന്നെ അടുത്ത നമുക്ക് പറയേണ്ട നമ്മുടെ 6.1 ഇഞ്ചിൻ്റെ 12 Pro ആണ്. അപ്പോൾ ഇതിന് വരാൻ പോകുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഇപ്പം നിലവിലുള്ള iPhone 11 Proയിലും 10Sലൊക്കെ ഉള്ള പോലെ സാംസങ് നിർമ്മിക്കുന്ന OLED ഡിസ്പ്ലേ പാനലുകളാണ്, അതായത് സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പം നിലവിലുള്ള 11 Pro ഒക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാം, അത് 8-bit കളർ ഡെപ്തുള്ള OLED ഡിസ്പ്ലേ ആണ്. പക്ഷേ 12 വരാൻ പോകുന്ന കളർ ഡെപ്ത് എന്ന് പറയുന്നത് 10-bit കളർ ഡെപ്താണ്, 10-bit. അപ്പോൾ ഈ ഒരു 10-bit കളർ ഡെപ്ത് എന്താണ്? അപ്പോൾ അത് അറിയത്തില്ലാത്തവർക്ക് ഞാൻ പറയാം. ബിറ്റ് ഡെപ്ത് എന്ന് പറയുന്നത് കളറിൻ്റെ ഇൻഫർമേഷനാണ്. ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ iPhone 11 Proയിൽ അതിന് ഞാൻ പറഞ്ഞു 8-bit കളർ ഡെപ്താണ്. അപ്പം 8-bit കളർ ഡെപ്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഷെയ്ഡ്സ് ആണ്. നിങ്ങൾക്കറിയാം, കളറ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 3 ഷെയ്ഡ്സിലാണ്. ഒന്ന് റെഡ്, ഗ്രീൻ, ബ്ലൂ. അപ്പം ഒരു ബിറ്റ് എന്ന് പറയുന്നത് ഈ 3 കളേഴ്സിൻ്റെയും ഒരു കോമ്പിനേഷനാണ്, അല്ലെ കളറിൻ്റെ ഇൻഫർമേഷനാണ്. അപ്പോൾ ഈ 10-bit കളർ ഡെപ്ത് എന്ന് പറയുമ്പം ഇപ്പോൾ റെഡിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ റെഡിൻ്റെ തന്നെ 10 ഡിഫറെൻറ്റ് ഷെയ്ഡുകൾ കാണും. അതേപോലെ തന്നെ ഗ്രീൻ്റെ എടുത്ത് പറയുകയാണെങ്കിൽ 10 ഡിഫറെൻറ്റ് ഗ്രീൻ ഷെയ്ഡുകൾ കാണും, 10 ഡിഫറെൻറ്റ് ബ്ലൂ ഷെയ്ഡുകൾ കാണും. ഇതാണ് കളറിനകത്തുള്ള ബിറ്റ് ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പം നേരത്തെ ഉള്ള 8-bitനേക്കാളും ഇൻഫർമേഷൻ കൂടുതൽ കിട്ടും നമുക്ക് 10-bit വരും, അല്ലെങ്കിൽ 12-bit വരുമ്പോൾ. 12-bit ഉണ്ട്, പക്ഷേ അത് ഐഫോണിൽ വരുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരു ഡിവൈസിലും ഇതുവരെ 12-bit വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേയിലുള്ള ബിറ്റ് ഡെപ്ത് കൂടുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അതുപോലെ ആയിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഇൻഫർമേഷൻ, അതായത് ഈ ഒരു ഡിസ്പ്ലേയിലുള്ള ബിറ്റ് ഡെപ്തിനെ പറ്റി നിങ്ങൾക്ക് ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് ഇടാം. അതിൽ നിങ്ങൾ കയറുവാണെങ്കിൽ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള സ്പെക്ക് ഇൻഫർമേഷൻ പറയുവാണെങ്കിൽ ഇതിന് വരാൻ പോകുന്ന 6GB റാമാണ്, A14 ആണ്. അതേപോലെ തന്നെ 5G ഞാൻ മുമ്പേ പറഞ്ഞു, ഇതിന് വരാൻ പോകുന്ന മില്ലിമീറ്റർ വേവ് 5G ആണ്. സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് $999 ആണ്. അത് ഇവിടുത്തെ 75,000 രൂപയേ ഉള്ളൂ.
പക്ഷേ പ്ലസ് നമ്മുടെ GST ടാക്സ് കാര്യങ്ങളെല്ലാം കൂടെ വരുമ്പം 1,00,000 രൂപയ്ക്ക് അടുത്ത് വരും. അതോടൊപ്പം തന്നെ ഇത് വരുന്ന ക്യാമറ സെറ്റപ്പ് എന്ന് പറയുന്നത് 3 ലെൻസ് ക്യാമറ പ്ലസ് ലൈഡാർ സെൻസറാണ്. അതോടൊപ്പം തന്നെ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയാണ്. പ്ലസ് ഇതിന് വരുന്ന ബോഡി ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ iPad Proയിൽ വരുന്ന പോലെ ആ ഒരു ഫ്ലാറ്റി ആയിട്ടുള്ള സ്ക്വയർ ബോക്സ്ഡ് ആയിട്ടുള്ള ആ ഒരു ഡിസൈൻ ആയിരിക്കും. അതെന്തായാലും അടിപൊളി ഒരു ഡിസൈൻ ചേഞ്ച് തന്നെയായിരിക്കും. പിന്നീട് നമ്മുടെ 6.7 ഇഞ്ച് 12 Pro മാക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു സെയിം സാംസങ്ങിൻ്റെ OLED ഡിസ്പ്ലേ തന്നെയാണ്. 6GB റാം ആയിരിക്കും, A14 കാര്യങ്ങളും എല്ലാം സെയിം ആണ്. ആകെ പ്രൈസിനകത്ത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 128GB എന്ന് പറയുന്നത് $1,999 ആയിരിക്കും. അത് ഏകദേശം നമ്മുടെ ഇന്ത്യൻ മണി പറയുകയാണെങ്കിൽ 83,000 ആയിരിക്കും. അതിന് കൂടെ തന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ ടാക്സ് GST കാര്യങ്ങളെല്ലാം കൂടെ വരുമ്പം അതിനനുസരിച്ചുള്ള വ്യത്യാസം വരും. അപ്പോൾ ഇതൊക്കെയാണ് ഈ 4 ഡിവൈസുകളെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. പിന്നുള്ളൊരു മറ്റ് ഇൻഫർമേഷൻ എന്ന് പറയാനുള്ളത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു iPhone Pro സീരീസ് ലൈനപ്പിൽ 120 GHz റീഫ്രഷ് റേറ്റ് കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ നിലവിൽ ആപ്പിൾ ഈ ഒരു 120 Hz റീഫ്രഷ് റേറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഡൈനാമിക് വേരിയബിൾ റീഫ്രഷ് റേറ്റ് ആയിരിക്കും. അതായത് 60 ആപ്പിൾ അത് ആപ്സിൻ്റെ എൻഗേജ്മെൻറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ആപ്പിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് പ്രാധാന്യം അനുസരിച്ച് അതിൻ്റെ റീഫ്രഷ് റേറ്റ് ഡൈനാമിക്കലി മാറ്റുമെന്നുള്ള കാര്യം. മാനുവലി നമുക്ക് ഈ ഒരു റീഫ്രഷ് റേറ്റ് എനേബിൾ ചെയ്യാനോ ഡിസേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആപ്പിൾ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അതോടൊപ്പം തന്നെ എല്ലാവരും ഒരു റിക്വസ്റ്റ് ആയിരുന്നു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചർ ആപ്പിൾ ഐഫോണിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ കൊണ്ടുവരിക എന്നുള്ളത്. പക്ഷേ അതും ഇപ്രാവശ്യം കാണാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഓൾറെഡി ചില ആൻഡ്രോയിഡ് മാനുഫാക്ചേഴ്സ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ടെക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ആപ്പിളിൻ്റെ ടെക്ക് എന്ന് പറയുന്നത് ഇച്ചിരി വ്യത്യാസമുള്ള ടെക്കാണ്. കാരണം LTPO എന്ന് പറയുന്ന ടെക്കാണ് ആപ്പിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് LTPO എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ ലോ ടെമ്പറേച്ചർ പോളിക്രിസ്റ്റൽ ഓക്സൈഡ് എന്നാണ്. കാരണം ഓൾറെഡി ആപ്പിളിൻ്റെ വാച്ച് സീരീസ് 5 ഈ ഒരു ടെക്നോളജി ഉണ്ട് LTPO എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ആപ്പിൾ വാച്ചിൽ OLED പാനലുകളാണ്. OLED പാനൽ ഇൻഡിവിജ്വലി പിക്സൽസിനെ ഓഫ് ചെയ്യും. അതുകൊണ്ട് തന്നെ ബാറ്ററി ഡ്രെയിനിങ് കുറവായിരിക്കും. പക്ഷേ ഈ ഒരു ഇൻഡിവിജ്വലി പിക്സൽസിനെ ഓഫ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആകാനുള്ള ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി ആപ്പിൾ വാച്ച് പോലത്തെ ഒരു ഡിവൈസിൽ, ചെറിയൊരു ബാറ്ററി ഉള്ള ഡിവൈസിൽ വളരെ പെട്ടെന്ന് തന്നെ ബാറ്ററി ഡ്രെയിൻ ആവും. അപ്പോൾ ഈ ഒരു LTPO എങ്ങനെ വർക്കാമെന്ന് വെച്ചാൽ റീഫ്രഷ് റേറ്റിനെ മാക്സിമം ലോവർ ചെയ്യുക, അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് കൊടുക്കുക. അതുകൊണ്ടാണ് ഈ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ കൊടുക്കാൻ പറ്റുന്നത്. കാരണം നമ്മൾ നോക്കാത്ത സമയത്ത് ആപ്പിൾ വാച്ച് 1 frames per second എന്നുള്ളൊരു കണക്കിലായിരിക്കും ഡിസ്പ്ലേ റീഫ്രഷ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ബാറ്ററിയെ തീരത്തുള്ളൂ. കാരണം വലിയ ബാറ്ററി ചാർജ് എടുക്കത്തില്ല. അപ്പോൾ നമ്മളെപ്പം നമ്മളുടെ ഫേസിലേക്ക് ഇങ്ങനെ തിരിക്കുന്നോ അതനുസരിച്ച് ആ ഒരു റീഫ്രഷ് റേറ്റ് 60 Hz മാറുവാണ്, സ്വിച്ച് ചെയ്യുകയാണ്. ആ സമയത്ത് ഡിസ്പ്ലേക്ക് വേണ്ട ചാർജ് ഡിസ്പ്ലേ ബാറ്ററി നിൽക്കും. അങ്ങനെയാണ് ഈ ഒരു LTPO ടെക്നോളജി വർക്കാകുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ iPhone 12 പറ്റി നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയുള്ള എല്ലാ ഇൻഫർമേഷൻസും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ പോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ ബട്ടണും enable ചെയ്യുക. So once again, this is me, Milan. Catch you guys in the next video. Till then, peace out.